പത്മ ബാബാജിയുടെ ശിഷ്യരിൽപ്പെട്ട ഒരാൾ എഴുതിയ ഒരു സിദ്ധന്റെ കഥയാണ്. ഹിമാലയത്തിലെ ഉൾക്കാട്ടിൽ ഒരു ഗുഹയിലായി ഒരു സിദ്ധനുണ്ടായിരുന്നു. ഈ സിദ്ധൻ തികച്ചും ധ്യാനവും മന്ത്രങ്ങളും ഇത് മാത്രമായി ഒതുങ്ങി കൂട്ടിയിരിക്കുകയാണ്. ചുറ്റുമുള്ള ഗ്രാമവാസികൾ എങ്ങനെയോ അറിഞ്ഞു ഒരു സിദ്ധൻ അവിടെ ഉണ്ടെന്ന്. മുൻപും അറിയാമായിരുന്നു, പക്ഷെ ഇദ്ദേഹം രോഗങ്ങൾ മാറ്റുമെന്നും ഐശ്വര്യങ്ങൾ നൽകുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ആൾക്കാർ ചെറിയ തോതിലായി ഇദ്ദേഹത്തിനെ കാണാൻ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ 2 സഹായികളായി ആശ്രമം പോലെയായി ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം തൻ്റെ അച്ഛനെയും കൂട്ടി, രോഗാവസ്ഥയിലുള്ള അച്ഛനെയും കൂട്ടി ഒരു മകൾ വരികയാണ്. ഈ മകൾക്ക് ഒരു ഇളയ മകളുണ്ട്, അതായത് കൊച്ചുമകൾ, ചെറിയൊരു പെൺകുഞ്ഞ്. ഈ പെൺകുഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ടാണ് വരുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആരെ കാണാൻ വരുന്നോ ഒന്നും അറിയില്ല. അവൾ അമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെ ഒരു യാത്ര വന്നു. ആ മകളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് തൻ്റെ അച്ഛനെയും കൂട്ടി അമ്മ മുകളിലേക്ക് കയറി പോകുന്നതും നോക്കി ഈ കൊച്ചുകുട്ടി നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് തൻ്റെതായ ലോകത്ത് കല്ലുകൾ പറിച്ചെറിയുകയും പുല്ലുകളിൽ കളിക്കുകയും ചെയ്ത് ഒരു മരത്തിന്റെ അടിയിലായി പോയി നിന്നു. ഇടയ്ക്ക് മാത്രം ആശ്രമത്തിന്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധൻ അവിടെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഇവരുടെ എല്ലാം മുഖത്ത് നോക്കുന്നു, കൈകൾ ഇങ്ങനെ കാണിക്കുന്നു. ഇതൊക്കെ കണ്ടു. കുറച്ചും കൂടെ സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ അപ്പൂപ്പനെയും കൂട്ടി ഇറങ്ങി വരുന്ന അമ്മയെ കണ്ടു. അങ്ങോട്ടേക്ക് ഈ പെൺകുഞ്ഞ് നടന്നുപോയി. പക്ഷെ ഇപ്പൊ നടന്നു പോകുമ്പോൾ അവളുടെ 2 കൈകളും പുറകിൽ ഇങ്ങനെ കൂപ്പ് കൈയോടുകൂടിയാണ് നടന്നു കയറിയത്. എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് സിദ്ധനോട് വിളിച്ചു ചോദിച്ചു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. സിദ്ധൻ പെൺകുഞ്ഞിനെ നോക്കി ഇങ്ങനെ കാണിച്ചു. ഉറക്കെ വീണ്ടും അവൾ ചോദിച്ചു, എൻ്റെ പുറകിൽ കെട്ടിയ ഈ കൈകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. സിദ്ധൻ ആലോചിക്കുന്ന പോലെ മുകളിലേക്കും താഴേക്കും നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന രീതിയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താണുള്ളത് എന്ന് പെൺകുട്ടി ചോദിച്ചു. വീണ്ടും കുഴപ്പത്തിലായതുപോലെ ചുറ്റും നോക്കി. എന്നിട്ട് ഒരല്പസമയത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു, അതൊരു കിളിക്കുഞ്ഞാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിക്ക് കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ധാരണയിൽ വീണ്ടും ചോദിച്ചു, അതിന് ജീവനുണ്ടോ അതോ മരിച്ചതാണോ എന്ന് ചോദിച്ചു. ഇത്തവണ വീണ്ടും കുഴപ്പത്തിലായതുപോലെ സിദ്ധൻ മുകളിലേക്കും താഴേക്കും ചുറ്റുമെല്ലാം നോക്കി. എന്നിട്ട് വീണ്ടും ഒരല്പസമയത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു, ആ പാവം കുഞ്ഞിക്കിളി മരിച്ചതാണല്ലോ, എന്തിനാ അതിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് കേട്ടതോടുകൂടി ഈ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് തൻ്റെ കൈകൾ മുൻപിലേക്ക് കൊണ്ടുവന്നു തുറന്നതും കുഞ്ഞിക്കിളി, നീലയും പച്ചയും വെള്ളയും നിറത്തിലുള്ള ഒരു കുഞ്ഞിക്കിളി പറന്ന് ആകാശത്തിലേക്ക് പോകുന്നത് അവിടെ നിന്ന് എല്ലാവരും കണ്ടു. ഈ പെൺകുട്ടി തുള്ളിച്ചാടി ചിരിച്ചുകൊണ്ട് കളിയാക്കിയതുപോലെ മുഖഭാവത്തോടുകൂടി താഴേക്ക് അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അടുത്തേക്ക് ഓടിപ്പോയി. അവിടെ ചുറ്റുമുള്ളവർ ആ പെൺകുട്ടിയെയും പറന്നു പോകുന്ന കിളിയും നോക്കി. എന്നിട്ട് പതുക്കെ സിദ്ധന്റെ മുഖത്തേക്ക് നോക്കി. സിദ്ധൻ ചിരിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെയും ആകാശത്തിൽ പറക്കുന്ന കിളിയെയും പെൺകുട്ടിയെയും നോക്കി. ചുറ്റുമുള്ളവർ എന്തോ ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്ന് സിദ്ധന് മനസ്സിലായി. അടുത്തു നിന്നൊരാൾ സഹായി പതുക്കെ വിളിച്ചു ചോദിച്ചു, ഗുരുവേ എന്ന് വിളിച്ചതും മനസ്സിലായി. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞി കിളിയുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എന്നാൽ ആ കിളി ജീവനോടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവൾ അതിനെ ഞെക്കി ശ്വാസം മുട്ടിച്ച് ചിലപ്പോൾ കൊന്നു കളഞ്ഞാലോ. അതിനാലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് മരിച്ചുപോയി എന്ന്. മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ അതിനെ സ്വതന്ത്രയായി മാറ്റി ആകാശത്തിലേക്ക് പറത്തിവിട്ടു. ഒരു ചിരിയോടുകൂടി അവൾ നടന്നു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തപസ്സോ സാധനയോ സിദ്ധികളോ അറിവോ ജ്ഞാനമോ ഒന്നും തന്നെ ഒരു ജീവനെയും ഹനിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ളതാകരുത് എന്നാണ് എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഉപകാരപ്രദമായില്ലെങ്കിലും
ഉപദ്രവങ്ങൾ ചെയ്യരുത്, മാറി നിൽക്കുക. ഇതാണ് എൻ്റെ ഗുരു തന്ന ഉപദേശം. ഇപ്പോൾ ആ കിളിയും സ്വതന്ത്രയായി മാറി, ആ പെൺകുഞ്ഞിൻ്റെ ചിരിയും നമ്മൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധൻ കണ്ണുകളടച്ച് ഇരുന്നു. അതാണ് കാര്യം. നമ്മുടെ അറിവോ ബുദ്ധിയോ ജ്ഞാനമോ അനുഭവങ്ങളോ ഒന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും ആകരുത്. ഉപദ്രവം ചെയ്യാതിരിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിൽ സിദ്ധന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആ പെൺകുഞ്ഞിൻ്റെ ചിരിയും കിളിയുടെ പറക്കലിലും സിദ്ധൻ വീണ്ടും ധ്യാനത്തിലിരുന്നു. വീണ്ടും കാണാം. പത്മ.